നിക്കോൺ ZR ക്യാമറ വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നല്ല 8ൻ്റെ പണിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ക്യാമറ ഈ ബഡ്ജറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും പോയി വാങ്ങിക്കാൻ നിൽക്കരുത്. റീസൺ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് നിക്കോണൊന്നും സ്പോൺസർ ചെയ്തിട്ടുള്ളതല്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ജെന്യുവനായിട്ടുള്ള ഒരു ഇതായിരിക്കും, ഞാൻ റിവ്യൂ ആയിരിക്കും ഞാൻ ഈ ക്യാമറയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 9 വർഷത്തിന് ശേഷം സോണി എന്ന് പറഞ്ഞ ബ്രാൻഡിനും കാനോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെയും വിട പറയുകയാണ് തൽക്കാലത്തേക്ക്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റീസൺ. യെസ്, ഞാനങ്ങനെ പുതിയൊരു ക്യാമറ വാങ്ങി. എൻ്റെ ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു ഒരു സിനിമ ലൈനിൽ വരുന്ന ഒരു ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത്. സോ അപ്പം ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നിക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ZR എന്ന് പറഞ്ഞ സീരീസാണ്. റെഡുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഇവർ പ്രോഡക്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കാരണം. ഞാനൊരു റെഡ് ഫാനാണ്. കഴിഞ്ഞ 9 വർഷത്തെ സിനിമോട്ടോഗ്രഫി ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നിക്കോൺ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഞാൻ സോണിയും കാനോണും ഫ്യൂജി ഫിലിംസും ലൈക്ക് ഓൾമോസ്റ്റ് റെഡ് അല്ലെങ്കിൽ അരിലെക്സ മിനി അങ്ങനെ ബ്ലാക്ക് മാജിക് എല്ലാ ക്യാമറയും DJ ഉൾപ്പെടെ എല്ലാ ക്യാമറയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും അത് എടുത്തു പറയണം, ഉപയോഗിക്കുന്നതും. ഇത് വാങ്ങിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ. ഈ റെഡ് എന്ന് പറഞ്ഞ ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഈ ഒരു റേറ്റിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ ഏകദേശം 1,79,80 ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ 6K ഫുൾ ഫ്രെയിമിൽ 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു ക്യാമറ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, എനിക്കറിയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കോമ്പാക്റ്റബിൾ ക്യാമറ തരുന്നത് ബെസ്റ്റാണ്. ഞാനിത് ബൈ ചെയ്യാനായിട്ട് 4 കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത്. 1, ഇതിൻ്റെ ഡിസ്പ്ലേ. 2, 32-bit ഓഡിയോ റെക്കോർഡിംഗ്. 3, 6K ഫുൾ ഫ്രെയിമിൽ 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. റെഡ് റോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഫോർമാറ്റാണ് റെഡിൻ്റെ റോ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റാണ്. സോ അപ്പം ഇതാണ് നമ്മളുടെ ക്യാമറ സംഭവം. ഞാനിത് അൺബോക്സ് ചെയ്ത് നോക്കി. ഞാനിതൊന്നും ഉപയോഗിച്ച വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ, പാർക്കിലോട്ടൊന്ന് പോയി ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചു. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ലാസ്റ്റ് കൊടുത്തേക്കാം. അൺബോക്സിലേക്ക് പോവാം. വിൽട്രോക്സിൻ്റെ ഒരു 85mm ലെൻസും കൂടെ വാങ്ങിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ബോക്സിങ്. നമ്മൾ ആദ്യം ഇതായിരിക്കാം നോക്കാം എന്തൊക്കെയുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടോ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഫസ്റ്റ് വരുന്നത് ഇങ്ങനൊരു കേബിളാണ്. ഇത് നമ്മുടെ C2C കേബിളാണ്. നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണ്. സോ അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേബിൾ. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിൾ തന്നെ വരുന്നത്. ലൈക്ക് ബുക്കും പേപ്പറൊക്കെ അവിടെ ഇരുന്ന് ഞാൻ ഇത് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. നമ്മുടെ ബുക്കും പേപ്പറും, ആരും വായിക്കാത്ത ബുക്കും പേപ്പറും. പക്ഷേ ഇത് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഞാൻ ജസ്റ്റ് അഴിച്ചായിരുന്നു, അതുകൊണ്ടാട്ടോ. ഇത് ബാറ്ററിയുടെ ക്യാപ്പാണ്. ബാറ്ററി വരുന്നത് ഇതിൻ്റെ അകത്താണ്. ഒരു ഒറ്റ ബാറ്ററിയേ വരുന്നുള്ളൂ. സോ ദെൻ നമുക്ക് സൈഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ലൈക്ക് നിക്കോണിൻ്റെ ബാഡ്ജിങ് വരുന്ന ഒരു വള്ളിയുണ്ട്. വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടവർക്ക് ഉപയോഗിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഇതാണ് ബോഡി. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ് ഗൈസ്. നമ്മളുടെ സ്വന്തം ബേബി, പുതിയ ബേബി. യെസ്, അപ്പം ഇതാണ് നിക്കോണിൻ്റെ ZR പുതിയ ക്യാമറ നമ്മുടെ കയ്യിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട്, രസമുണ്ടല്ലേ? നല്ല രസമുണ്ട് സംഭവം. ഇവിടെ ഒരു ഗ്രിപ്പുണ്ട്. സാധാരണ എല്ലാ ക്യാമറയിലും ഗ്രിപ്പ് വരും, അത് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഇത്. ഞാൻ ക്യാമറയെ പറ്റി ഭയങ്കര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല, അത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് എത്തിയാൽ. പിന്നെ ഇതുപോലെ സ്റ്റിക്കറുണ്ട്, ഇത് ഞാൻ ഓൾറെഡി ഇളക്കി കളഞ്ഞിരുന്നു നേരത്തെ, വീണ്ടും ഒട്ടിച്ചതാണ്. സോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ടച്ചിൻ്റെയൊക്കെ മാർക്സ് ഉണ്ട്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ. ഞാൻ ഈ ക്യാമറ എടുക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടാണ് ഈ ഡിസ്പ്ലേ. കവറൊക്കെ മാറ്റാം. സോ ഇവിടാണ് ബാറ്ററി. ഇതാണ് ബാറ്ററി, കണ്ടോ? ഇതാണ് ബാറ്ററി. ഒരൊറ്റ ബാറ്ററി വരുന്നുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കുറവാണ്. ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഏകദേശം 8,500 ദിറംസോളം വരുന്നുണ്ട്. ലൈക്ക് ഞാൻ ദുബായിലാണ്. ദുബായിൽ നിന്നും വാങ്ങിക്കുമ്പോൾ 8,500ഓളം ദിറംസ് വരുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇനിയും കൂടും. ബിക്കോസ് വാറണ്ടി എല്ലാം കൂടെ വരുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള സ്വിച്ചസാണ്
ഈ ക്യാമറയിൽ വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഡിസ്പ്ലേ വളരെ വലിയൊരു ഡിസ്പ്ലേ തന്നെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അത് ഫാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കി, ഞാൻ ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. പക്ഷേ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. കണ്ടിന്യൂസ് ഒരു 2 hours ഉപയോഗിച്ചു, ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വളരെ മിനിമൽ സ്വിച്ചസ് ആണ്. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, CF എക്സ്പ്രസ് കാർഡും ഒരു മൈക്രോ SD മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്നത്. വിൾട്രോക്സിൻ്റെ Z മൗണ്ട് വരുന്ന 85 ലെൻസാണ് നമ്മൾ ഇനി അൺബോക്സ് ചെയ്യാൻ പോകും. എൻ്റെ എന്താണിത്? ഓക്കെ, ഇതെല്ലാം ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, എന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. സോ അപ്പം ഇതാണ് നമ്മുടെ ലെൻസ്. ഇതിൻ്റെ അകത്ത് വാറണ്ടി കാർഡ് അടിയിലുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. സോ അപ്പം ഇതാണ് ഒരു നൈസ് സ്വർണ്ണമൊക്കെ പണ്ട് കിട്ടുന്ന പോലത്തെ ഒരു പാക്കറ്റിൽ വരുന്നു. ഇതാണ് വിൾട്രോക്സിൻ്റെ 85 1.8 ലെൻസ്. ആക്ച്വലി നല്ല ക്വാളിറ്റി ലെൻസാണ് കേട്ടോ, നല്ല അത്യാവശ്യം നല്ലൊരു ലെൻസാണ്. നല്ല മെറ്റൽ, നല്ല ക്വാളിറ്റിയാണ്. ആക്ച്വലി നല്ല ക്വാളിറ്റി, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ പറയും. നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 85ൻ്റെ ലെൻസ് വരുന്നത്. ഓക്കെ, സ്വിച്ചസ് ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആണ്. അതും എനിക്കൊരു പോരായ്മയായി തോന്നി. ഓട്ടോ ഫോക്കസും ഇതിനൊരു സ്വിച്ച് ഇല്ലാത്തത് ഒരു രസമില്ല, ഒരു സ്വിച്ചും കൂടെ വേണമായിരുന്നു. എന്തായാലും ക്യാമറയിൽ ഒരുപാട് സ്വിച്ചസ് കുറച്ചു, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വിച്ച് ഇല്ല. ഓട്ടോ ഫോക്കസും കാര്യങ്ങളെല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആവുന്ന ഒരു ലെൻസാണ്. പക്ഷേ ലെൻസ് അടിപൊളി ലെൻസാണ്. ഇതാണ് നമ്മുടെ ക്യാമറ, കണ്ടോളൂ. ഇതാണ് ക്യാമറ, ഇതാണ് നമ്മുടെ ക്യാമറ. രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ. അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഹൈലൈറ്റ് തോന്നിയത്. ഡിസ്പ്ലേ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം നമുക്കൊരു എക്സ്റ്റേണൽ മോണിറ്ററിൻ്റെ ആവശ്യമില്ല ഈ ക്യാമറ ഉപയോഗിക്കാനായിട്ട്. ലൈക്ക് എന്താ പറയുക, നൈസായിട്ടുള്ളൊരു ഡിസ്പ്ലേ, ഭയങ്കര രസമുണ്ട്. അതുകൊണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. സ്വിച്ചസൊക്കെ വളരെ മിനിമലാണ്. അപ്പം ഈ ക്യാമറ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ക്യാമറയുടെ ബോഡിക്ക് മാത്രമേ 2 ലക്ഷത്തിൽ താഴെ വിലയുള്ളൂ. ബാക്കി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം വിലയുണ്ട്. ഇപ്പം കാർഡായാലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട CF എക്സ്പ്രസ് കാർഡായാലും ഒരു 250ക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞതൊരു 400 dirhams, നാട്ടിൽ ഒരു 10-15,000 ആ റേഞ്ചിൽ വില വരുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ആ കാർഡിന്. അത് കുറേ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പം ഏറ്റവും കുറഞ്ഞതിനൊരു 10 രൂപ 15 രൂപേൻ്റെ ഇടയ്ക്ക് ഏറ്റവും കുറഞ്ഞതിന് തന്നെ വില വരുന്നുണ്ട്, കാർഡിന് മാത്രം, മെമ്മറി കാർഡ് മാത്രം. ലെൻസിനായാലും അത്യാവശ്യം Z മൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മൗണ്ട് ഇട്ടുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ സോണി ലെൻസുകൾ ഉപയോഗിക്കാം. പക്ഷേ മൗണ്ടിനും ഏകദേശം 25,000 രൂപയ്ക്ക് അടുപ്പിച്ച് വില വരുന്നുണ്ട്. സോ അപ്പം അതെല്ലാം മനസ്സിലാക്കി വേണം ഈ സാധനം വാങ്ങിക്കാനായിട്ട്. ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ ആ ഗ്രിപ്പിന് പകരം ഒരു മൗണ്ട് വരുന്നുണ്ട്, ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. സോ അത് വരുമ്പോഴത്തേക്ക് അത് ഞാൻ ഫിറ്റ് ചെയ്യാം. റിഗാണ് അത്, റിഗ് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടെ സംഭവം ഹെവി ആയിരിക്കും. പിന്നെ ഇത് ഏകദേശം ബോഡി ലൈറ്റ് വെയിറ്റ് ആണ്, ഏകദേശം 500 gram സംതിങ്ങേ വരുന്നുള്ളൂ. പക്ഷേ ഇത് വരുന്നത് ലെൻസും കൂടെ വരുമ്പോൾ അത്യാവശ്യം ഒരു 1 kg 1.5 kg വരുന്നുണ്ട്. നിങ്ങളൊരു ബിഗിനറാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നോക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ക്യാമറ ആണോ എന്ന് ചോദിച്ചാൽ കാശുണ്ടെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾ എന്തോ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല, ജെന്യൂനായിട്ട് പറയാം. പക്ഷേ ലൈക്ക് എന്താ പറയുക, പ്രൊഫഷണലി ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഒരു വീഡിയോ ക്യാമറയിൽ കിട്ടാവുന്ന എല്ലാ കോമ്പാക്റ്റബിൾ ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഓഡിയോയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വല്ല നമ്മുടെ മൈക്കൊക്കെ ഓഫായി പോവുകയും നമുക്ക് മാറ്റിയിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷൻ തന്നെയാണ്. പ്രൊഫഷണലി യൂസ് ചെയ്യുന്നവർക്ക്, അത്യാവശ്യം വെഡ്ഡിങ്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ക്യാമറയാണ്. ട്രാവലിലും പറ്റുന്ന ക്യാമറ തന്നെയാണ്. നല്ല ഹൈ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു സീരിയസ് കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എനിക്ക് 100% ബെസ്റ്റ് എന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി ഒരു 10-100 നോക്കിയിട്ടായിരിക്കും ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ ഒരു പർപ്പസിന് പറ്റിയ ക്യാമറയായിട്ട് തോന്നിയുകൊണ്ടാണ്. പിന്നെ 24.5 മെഗാപിക്സലാണ് അതിൻ്റെ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടും 6K റെഡ് റോയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ നിക്കോണിൻ്റെ ലോഗോ ഓപ്ഷനുണ്ട്, റെഡിൻ്റെ ഓപ്ഷനുണ്ട്, പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ ക്യാമറയെ പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇതിൻ്റെ അകത്ത് എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാം. ആക്ഷൻ ക്യാമറ നോക്കടാ. ആക്ഷൻ നേരെ വായോ, നീ വാടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്.
ആക്ഷൻ. എഴുന്നേറ്റോ. ഓടിക്കോ 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 സൂര്യ കൊണ്ടാ ഓടിയോ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ നിക്കോൺ ZR-ൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളിത് വലിയ സംഭവമായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, ചുമ്മാ ടെസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയ ക്യാമറയും കൊണ്ട് നമ്മളിവിടെ ഒരു ഗ്രൗണ്ടിൽ. സോ അപ്പം ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം ഞാൻ റെഡ് റോയിലൊന്നും അല്ല ഷൂട്ട് ചെയ്തത്, കാരണം എനിക്ക് എൻ്റെ CF എക്സ്പ്രസ് കാർഡ്, അത് തന്നെ CF എക്സ്പ്രസ് കാർഡ് വേണം. പക്ഷേ അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ മൈക്രോ SD കാർഡ്, എൻ്റെ GoProയുടെ SD കാർഡ് ഇട്ടിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പം എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ഒരു പാർക്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കുക. എന്താ പറയുക, ഇനി കുറേ നല്ല വീഡിയോസൊക്കെ കാണാം. ഞാൻ വിചാരിച്ചാണ് ഈ ഒരു ക്യാമറ മാറ്റിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ അങ്ങനെയൊക്കെ കാണിക്കണമെന്ന്, പക്ഷേ എൻ്റെ അത് ചാർജ് തീർന്നു പോയി. അപ്പോൾ അതിനി ചാർജൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് വാച്ചിങ്. ദിസ് ഈസ് മീ ബ്രഹ്മ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ പാക്കലാം.